ബോബി കേസായല്ലോ. സ്ത്രീത്വത്തെ അപമാനിച്ചടക്കമാണ് കേസ്. IT ആക്ട് അടക്കം ഇട്ടിട്ടുണ്ട്. കുഴപ്പമാവോ? ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടായിരുന്നോ ശ്രീ ബോബി ചെമ്മണ്ണൂർ? ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് പിടിയും കിട്ടുന്നില്ല. മകൾ ഇങ്ങനെ പറയേണ്ടത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ ബോബി ചെമ്മണ്ണൂർ? അത് അദ്ദേഹം അവർക്ക് അത്ര കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിയ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ? അല്ല, താങ്കൾ അങ്ങനെ പ്രയോഗം നടത്തിയത് കൊണ്ടാണ് ബാക്കിയുള്ളവർ പിന്നെ വലിയ ധൈര്യത്തോടു കൂടി ആ പ്രയോഗങ്ങൾ ഏറ്റെടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു പ്രയോഗം താങ്കൾ അറിഞ്ഞോ അറിയാതെയോ നടത്തിയത് അതിനൊരു കാരണമായിട്ടുണ്ടെങ്കിൽ അവരോടൊരു സോറി പറയാമായിരുന്നില്ലേ? പക്ഷേ അതൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൊതുസമൂഹം അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗം പൊതുവെ അംഗീകരിക്കില്ല. പെട്ടെന്നൊരു കൈയിടിയൊക്കെ കിട്ടുമെങ്കിലും ചില ആളുകളൊക്കെ പിന്തുടരുമെങ്കിലും ഇപ്പോൾ നമ്മൾ ചോദിച്ച 10 പേരും താങ്കൾക്കെതിരെയാണ് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതങ്ങ് ശ്രദ്ധിക്കുമായിരിക്കും അല്ലേ? ഇനിയിപ്പോ എന്തായാലും കേസായി. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താ ഒരു പുല്ലുമല്ല. കേട്ടാ ആ എൽദോയും കേട്ടോ? എൽദോ കാലത്തെ വന്ന് ചായ കുടിച്ച് കടവും പറഞ്ഞിട്ട് പോയല്ലോ. എന്താ കാര്യം? എൽദോനെ അങ്ങ് സിനിമയിലെടുത്ത് അവനെ കയ്യോടെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാണ്. നമ്മളെ എൽദോനെ സിനിമയിലെടുത്താ കൊണ്ടുപോകാൻ കാറുമായിട്ട് വന്ന റിപ്പോർട്ടർ ചാനലിനെതിരെ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. കലോത്സവ റിപ്പോർട്ടിംഗിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിനാണ് കേസ്. അരുൺകുമാർ സഭ്യമല്ലാത്ത രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന് കമ്മീഷൻ പറഞ്ഞു. ചേരുന്ന KG കമലേഷ്, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? അമ്പളി തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനിടെ റിപ്പോർട്ടർ ടിവിയുടെ റിപ്പോർട്ടിങ്ങിനിടയിലുള്ള ഒരു വീഡിയോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വലിയ രീതിയിൽ വിമർശന വിധേയമാകുന്നുണ്ട്. ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചയാകുന്നുണ്ട്. ചെയർമാൻ KV മനോജ് കുമാർ സ്വമേധയാ കേസെടുത്തത് കലോത്സവത്തിൽ പങ്കെടുത്ത് ഒപ്പന അവതരിപ്പിച്ചതിൽ മണവാട്ടിയായി വേഷമിട്ട ഒരു കുട്ടിയോട് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ഷാബാസ് നടത്തുന്ന ഒരു സംഭാഷണത്തിലാണ് ദ്വയാർത്ഥ പ്രയോഗമുണ്ടെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെത്തിയത്. പൊതുസമൂഹം അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗം പൊതുവെ അംഗീകരിക്കില്ല. പെട്ടെന്നൊരു കൈയിടിയൊക്കെ കിട്ടുമെങ്കിലും സമൂഹ മാധ്യമത്തിൽ ചില ആളുകളൊക്കെ പിന്തുടരുമെങ്കിലും ഇപ്പോൾ നമ്മൾ ചോദിച്ച 10 പേരും താങ്കൾക്കെതിരെയാണ് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് നടന്ന വാർത്താവരണത്തിൽ റിപ്പോർട്ടർ ടിവിയിലെ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേസെടുക്കുകയാണെന്നും കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ചാനൽ മേധാവിയോടും അടിയന്തരമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഈ തരത്തിലുള്ള റിപ്പോർട്ടിനെതിരെ സമൂഹ മാധ്യമങ്ങളടക്കം ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ശക്തമായ വിമർശനം നടത്തുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തുള്ള ഒരു ഇടപെടൽ. ശരി കമലേഷ്.